നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. കെ സുധാകരൻ കെ മുരളീധരനുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കും മറ്റും പോകാം. കെ സുധാകരൻ കോഴിക്കോട്ടുള്ള കെ മുരളീധരന്റെ വസതിയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനാണ് കെ സുധാകരന്റെ ശ്രമം. തൃശൂരിലേറ്റ പരാജയത്തിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ കെ മുരളീധരനെ കാണാൻ എത്തുന്നത്. റിയാസ് KMR വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, കെ മുരളീധരനെ കാണാൻ കെ സുധാകരൻ എത്തുകയാണ്, എന്തൊക്കെയാണ് വിവരം? തീർച്ചയായും ഇപ്പോഴത്തെ കെ സുധാകരൻ ഇവിടെ കെ മുരളീധരന്റെ കോഴിക്കോട് ജ്യോതിസിലെ വസതിയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും നേരത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് കെ സുധാകരൻ ഇവിടേക്ക് എത്തിയത്. കെ സുധാകരനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവും റിജിൽ മാക്കുറ്റി അടക്കമുള്ളവർ, ഒപ്പം തന്നെ മുഹമ്മദ് ഷമ്മാസ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. എന്തായാലും കെ മുരളീധരനുമായുള്ള കെ സുധാകരന്റെ കൂടിക്കാഴ്ച തുടങ്ങിയിരിക്കുന്നു. നേരത്തെ തൃശ്ശൂരിൽ ഉണ്ടായ തോൽവിയിൽ കെ മുരളീധരൻ വലിയൊരു അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ആ അതൃപ്തി പരിഹരിക്കുക എന്നൊരു ദൗത്യത്തിന്റെ ഭാഗമായാണ്, അനുനയ നീക്കത്തിന്റെ ഭാഗമായാണ് കെ സുധാകരൻ ഇപ്പോൾ കെ മുരളീധരന്റെ കോഴിക്കോട് വസതിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രശ്നപരിഹാരം ഇന്നുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. KPCC 3 ഫോർമുലകളാണ് അതിനായി വെച്ചിരിക്കുന്നത്. ഒന്നുകിൽ കെ മുരളീധരൻ ആഗ്രഹിക്കുന്നത് പോലെ KPCC പ്രസിഡന്റ് സ്ഥാനം, അതല്ലെങ്കിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് പകരമായി അദ്ദേഹത്തെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതുപോലെ രാജ്യസഭാ സീറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ റിജി അടക്കമുള്ളവർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായും അവരോടൊപ്പമാണ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്നും എത്തിയത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെടും മുൻപ് ഇന്ന് കെ മുരളീധരനുമായി കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇവിടത്തേക്ക് എത്തുകയായിരുന്നു. ഇന്ന് രാവിലെ കേരള വിഷൻ ന്യൂസാണ് ഈ കൂടിക്കാഴ്ചയുടെ ആദ്യ വിവരം വാർത്തയിലൂടെ പുറത്തുവിട്ടത്. ഇപ്പോൾ കെ മുരളീധരന്റെ ജ്യോതിസിലെ വസതിയിൽ കൂടിക്കാഴ്ച നടക്കുകയാണ്. റിയാസ്, നമുക്കറിയാം ഈ ഒരു പരാജയത്തിന് ശേഷം വളരെ വൈകാരികമായാണ് കെ മുരളീധരന്റെ പ്രതികരണം ഉണ്ടായത്. താൻ കുരുതിക്ക് നിന്നു കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി. അത്തരത്തിൽ വളരെ അസ്വസ്ഥമായിരിക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച്, കെ സുധാകരനെ സംബന്ധിച്ച് എത്രമാത്രം ശ്രമകരമാണ്? തീർച്ചയായും. എന്തായാലും കെ സുധാകരൻ വിളിച്ചപ്പോൾ തന്നെ കെ മുരളീധരൻ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചു എന്നുള്ളത് അനുനയ നീക്കത്തിൽ വലിയൊരു പോസിറ്റീവായൊരു ഘടകമാണ്. സ്വാഭാവികമായും ഇന്നലെയൊന്നും തന്നെ കെ മുരളീധരൻ ഫോൺ എടുക്കാൻ പോലും തയ്യാറാകാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഫോണിൽ വിളിച്ച് ലഭിക്കാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് വീട്ടിലെ ഫോണിൽ വിളിച്ചാണ് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കെ സുധാകരൻ അനുമതി തേടുകയും ഇത്തരമൊരു സാധ്യതയിലേക്ക് അവസരം ഒരുങ്ങുകയും ചെയ്തത്. എന്തായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകിച്ച് കാരണക്കാരായവർക്കെതിരെയുള്ള നടപടി ഉൾപ്പെടെ അന്വേഷണം നടത്തി സ്വീകരിക്കുമെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ കെ സുധാകരൻ വ്യക്തമാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച ഒരല്പം നീളും എന്നാണ് മനസ്സിലാകുന്നത്. കെ സുധാകരൻ ഇപ്പോൾ കെ മുരളീധരന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കൂടിക്കാഴ്ച നടക്കുന്നു. കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അദ്ദേഹം കാര്യമായ പരസ്യ പ്രതികരണത്തിന് നിന്നില്ല. എന്നാൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു തന്നെ കുരുതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ ഉൾപ്പെടെയുള്ള പ്രതികരണം കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. തീർച്ചയായും ഇടഞ്ഞു നിൽക്കുകയാണ് കെ മുരളീധരൻ എന്ന് തന്നെ പറയാം. കെ മുരളീധരനെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുകയാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് നേരിട്ട് തന്നെ കെ മുരളീധരന്റെ വീട്ടിലേക്ക് എത്തി ചർച്ച നടത്തുന്നത്. KPCC പ്രസിഡന്റ് സ്ഥാനമോ വയനാട്ടിൽ മത്സരിക്കാനുള്ള അവസരമോ മറ്റോ നൽകാം എന്നുള്ള തരത്തിലുള്ള ചില ഫോർമുലകളും കോൺഗ്രസിന്റെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്.